ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണം സീരീസിൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിലൊരു കൊറിയൻ ഗ്ലാസ് ഗ്ലോ ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമുക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടി, അതായത് നമുക്ക് ഓണത്തിന് വേണ്ടി ഇപ്പോഴേ സ്കിന്നിൽ കുറച്ച് കെയർ ഒക്കെ കൊടുക്കാൻ നമുക്കൊരു കൊറിയൻ ഗ്ലാസ് എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ വരുത്താൻ വേണ്ടി പറ്റൂട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അതുപോലെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ സ്കിന്നിൽ അവർ മെയിൻലി യൂസ് ചെയ്ത് റൈസാണ്. റൈസ് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് തന്നെ ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് ആദ്യം കണ്ടിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ ഒരു ഗ്രൈൻഡറിലോട്ട് നമ്മൾ ഒരു കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബൗളാണ് കേട്ടോ. ഒരു 3 ടീസ്പൂൺ 4 ടീസ്പൂണൊക്കെ റൈസാണ്, കുക്ക് ചെയ്ത റൈസ്, നമ്മുടെ ചോറുണ്ടല്ലോ അതെടുക്കുന്നുണ്ട്. നമുക്ക് മട്ടരി വേണമെങ്കിൽ മട്ടരി എടുക്കാം, പ്ലെയിൻ റൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ അരയ്ക്കാൻ പാകത്തിന് വെള്ളത്തിന് പകരം തൈരാണ് ആഡ് ചെയ്യുന്നത്. നല്ല നാടൻ പുളി കുറവുള്ള കട്ട തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്തതിൽ നിന്നും നമുക്ക് ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസിലോട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ, കഴുത്തിൽ, ബാക്കിൽ, അതായത് നമ്മൾ ബ്ലൗസൊക്കെ ഇടുന്ന ആ സൈഡിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫുൾ എടുക്കാം. ഇപ്പോൾ ഞാൻ ഫേസിൽ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഒരു ഇവിയോൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഈ പാക്ക് വളരെ അഫോർഡബിൾ ആവുന്ന രീതിയിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാൽ ഇതിൻ്റെ നമ്മൾ സിറമൊക്കെ വാങ്ങുമ്പോൾ വളരെ എക്സ്പെൻസീവാണ് കേട്ടോ. കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ നമുക്ക് കോസാറക്സിൻ്റെ ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ, എല്ലാം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ അഫോർഡബിൾ റേഞ്ചിൽ, അതായത് നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസിലൊക്കെ ചെറിയ ഇങ്ങനെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി സ്കിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിലോട്ട് നന്നായിട്ട്, ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും ഫേസ് നന്നായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. നന്നായി ക്ലെൻസ് ചെയ്ത ഫേസിലോട്ട് ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും അതിൻ്റേതായ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാത്ത ഫേസ് ആകുമ്പോൾ പോൾസൊക്കെ ക്ലോസ് ആയിട്ടിരിക്കാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും സ്കിന്നിലോട്ട് ഇങ്ങനെ അബ്സോർബായിട്ട് പോവില്ല. അപ്പോൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. അതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിൽ, കയ്യിൽ, കാലിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അരിപ്പൊടി അതുപോലെ തന്നെ നമ്മൾ തൈര് അതൊക്കെ നമുക്ക് ലാക്റ്റിക് ആസിഡും ഉള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിലൊരു ബ്ലീച്ചിൻ്റെ ഒരു ഇഫക്റ്റും കൂടെ കിട്ടും. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ സ്കിന്നിലുണ്ടാകുന്ന ആൻറ്റി ഏജിങ് റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി അറിയാതെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നമുക്കൊരു 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഫസ്റ്റ് 1-2 വട്ടം ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. പാക്ക് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.